ഹായ് മക്കളെ, ഞാനിങ്ങനെ നമ്മളെ ഓണപരീക്ഷയുടെ +2 കുട്ടികളുടെ ലൈവിലെ കൗണ്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നേ. അപ്പം എനിക്കത് ഇന്നൊരു ട്രെൻഡ് മനസ്സിലായി. ഞാനിപ്പോൾ എന്ത് ചെയ്യാം, അത് സയൻസിനെ വെച്ച് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാം, എന്താണ് അവിടെ പ്രശ്നം സംഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷേ കൊമേഴ്സുകാരും എന്ത് ചെയ്യണം, നിങ്ങളത് ഏകദേശം ഇതേ ട്രെൻഡാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഈ വീഡിയോ ഒന്ന് അവസാനം വരെ കാണാം. ചില ചോദ്യങ്ങൾ എനിക്കുണ്ട്, അത് പറ്റുവെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആൻസർ ചെയ്യാം. ഓക്കെ റൈറ്റ്. അതായത് 16-ാം തീയതി പരീക്ഷ തുടങ്ങി, ലാംഗ്വേജ് ഇംഗ്ലീഷ്, പിന്നെ മാത്സ് വെള്ളിയാഴ്ച ആയിരുന്നു മാത്സിന്റെ എക്സാം. വ്യാഴാഴ്ച രാത്രിയൊക്കെ അത്യാവശ്യം നല്ല കുട്ടികൾ ഓൺലൈൻ ഉണ്ട്. ബൈ ഓൺലൈൻ മീൻസ് എജ്യൂപോർട്ടിന്റെ ലൈവ് മാത്രമല്ല കേട്ടോ, എജ്യൂപോർട്ട് ഉണ്ടാവും, ബാക്കി പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൊടുക്കുന്ന ലൈവുകളൊക്കെ ഇത്ര നമ്പർ ഓഫ് കുട്ടികളുണ്ട്. പിന്നെ വെള്ളിയാഴ്ചത്തെ മാത്സിന്റെ എക്സാം കഴിഞ്ഞപ്പോൾ പിന്നെ ശനിയും ഞായറും എന്താണ് അവധിയാണ്. തിങ്കളാഴ്ചയാണ് ബയോളജിയുടെയും കമ്പ്യൂട്ടർ സയൻസിന്റെയും എക്സാം വരുന്നത്. ഓക്കെ, കൊമേഴ്സുകാർക്ക് അതിൻ്റെ റിലേറ്റഡ് എക്സാമുകളായിരിക്കും. അപ്പം വെള്ളിയാഴ്ച രാത്രിയൊക്കെയുള്ള ബയോളജി ലൈവിലൊക്കെ കുട്ടികൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. ഞാൻ ഒരു കാരണവശാലും നിങ്ങളെ കുറ്റം പറയില്ല, ഞാനാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. കാരണം എന്താ, നാളെ രാവിലെ എക്സാം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സീരിയസ് ആവുക, എങ്ങനെയെങ്കിലൊക്കെ പഠിക്കാൻ നോക്കുക. അതേ സ്ഥാനത്ത് ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാണ് എക്സാമുകൾ, ഉറപ്പായിട്ടും നമ്മൾ ആ കുട്ടികൾ കുറവായിരിക്കും. ശനിയാഴ്ച അതേപോലെ തന്നെ കുറവായിരുന്നു. പക്ഷെ ഞായറാഴ്ച ആകുമ്പോഴും എന്താണ്, ആ മാത്സിന്റെ അത്ര കുട്ടികൾ ബയോളജിക്കും കമ്പ്യൂട്ടർ സയൻസിനും കൂടിയില്ല. അപ്പൊ ഞാൻ കരുതി എന്താ, ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും ആയതുകൊണ്ട് കുറച്ച് കുട്ടികൾ അങ്ങനെ പോയതാണ്. പിന്നെ ഇത് ലൈവ് മാത്രമായിരിക്കും കേട്ടോ. അതായത് ഏകദേശം ഒരു മാക്സിമം ഒരു 30,000 കുട്ടികളൊക്കെയാണ് ഈ ഓണപരീക്ഷയ്ക്ക് +2 സയൻസിൽ ലൈവിൽ വന്നിട്ടുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ 2 ലക്ഷത്തിൽ 1,70,000 കുട്ടികൾ വേറെ വല്ല വഴിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ടാവും. ഓൾമോസ്റ്റ് ഈ ഒരു സിമിലർ ട്രെൻഡ് നിങ്ങളെ പഠനത്തിൽ വന്നിട്ടുണ്ടാവില്ല. അതായത് മാത്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഫിസിക്സ് വന്നപ്പോൾ എന്താണ്, വല്ലാത്തൊരു കയറ്റമില്ല. അപ്പൊ എന്റെ പ്രശ്നം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് എന്താണ്, മാത്സ് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ് പരീക്ഷയെങ്കിൽ 2 ദിവസം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ ശനിയാഴ്ച നിങ്ങൾ റിലാക്സ് ചെയ്തു, അധികം പഠിച്ചില്ല. ഞായറാഴ്ച റിലാക്സ് ചെയ്തു, ഞായറാഴ്ച രാത്രി പഠിക്കാൻ തീരുമാനിച്ചിട്ട് ഈ ശനിയും ഞായറും നമ്മൾ എന്താണ് ഒന്ന് റിലാക്സ്ഡ് ആയി, ഒന്ന് കൂളായത് കാരണം അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഞായറാഴ്ചയും നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ തോന്നിയിട്ടില്ല. ആ ഒരു ഹാങ് ഓവറിൽ ചൊവ്വാഴ്ചത്തെ ഫിസിക്സിലും നിങ്ങൾ എന്ത് ചെയ്തിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു സീരിയസ് പ്രശ്നമാണ് കേട്ടോ. അതായത് നിങ്ങൾ എന്താണ്, നിങ്ങൾ ഇനി അങ്ങോട്ടെല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്കാർ, ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ടുള്ള ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. അതായത് ശനിയും ഞായറും എക്സാം ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് കൂളായിട്ടുണ്ടായിരുന്നു, ആ കൂളായത് കാരണം തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ച എക്സാമിന് എനിക്ക് എന്താണ് ആ ഒരു ഹാങ് ഓവർ കാരണം മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അത് ശരിയാണെങ്കിൽ സാറേ ശരിയാണ്, തെറ്റാണെങ്കിൽ എന്താ, അങ്ങനെ ഒന്നുമില്ല സാറേ. ശനിയും ഞാൻ റിലാക്സ് ചെയ്ത് ഞായർ വൈകുന്നേരം നന്നായി പഠിച്ചിട്ട് ഫിസിക്സും നന്നായി എൻ്റെ മാക്സിമം പഠിച്ചിട്ടുണ്ടെങ്കിൽ സാർ അത് തെറ്റാണ്, സാർ ഇപ്പോൾ പറഞ്ഞ തെറ്റാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. കാരണം ഇത് വളരെ സീരിയസ് ആണ്. കാരണം എന്താ, നമുക്ക് 24-ാം തീയതി മറ്റന്നാളോടുകൂടി കെമിസ്ട്രിയുടെ എക്സാമോടുകൂടി എന്താണ് നിങ്ങളുടെ ഓണപരീക്ഷ കഴിഞ്ഞു. എൻ്റെ ഓണപരീക്ഷയുടെ മാർക്കും കാര്യങ്ങളും ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നുള്ള ചീത്ത, പാരന്റ്സിന്റെ അടുത്ത് നിന്നുള്ള ചീത്ത, അതിലപ്പുറം നിങ്ങൾ ഒരു രീതിയിലും ബാധിക്കാത്ത കാര്യമാണ്. പക്ഷേ നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, മുന്നേ വരുന്നുണ്ട്. സെപ്റ്റംബർ അവസാനത്തോടു കൂടി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാം. നിങ്ങൾ ഓർത്തോക്ക്, 24-ാം തീയതി പരീക്ഷ കഴിഞ്ഞിട്ട് 25-ാം തീയതി മുതൽ അല്ലെ 24-ാം തീയതി രാത്രി മുതൽ നിങ്ങൾ പഠിക്കും ഇംപ്രൂവ്മെന്റിന്? പഠിക്കൂല. നേരത്തെത്തത് ശരിയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ പഠിക്കേയില്ല. പിന്നെന്താണ്, ഓണം വരികയാണ്, ഓണം കഴിഞ്ഞിട്ട് പഠിക്കാൻ തീരുമാനിക്കും. ഓണം കഴിഞ്ഞിട്ട് പഠിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ വിചാരിക്കും ഇനിയും കുറെ ദിവസം, ഞാനിപ്പോൾ 3 സബ്ജക്റ്റ് എടുക്കും, 3 സബ്ജക്റ്റ് 44 ചാപ്റ്റർ കുറച്ച് എനിക്കറിയാം. അതൊക്കെ നോക്കുമ്പോൾ എന്താ, ഒരു ദിവസം 2 ചാപ്റ്റർ ഒരു 20 ദിവസം മുമ്പ് പഠിച്ചാൽ മതി. ഇങ്ങനെ നീട്ടി നിങ്ങൾക്ക് ഇതുവരെ സംഭവിച്ചതുപോലെ തന്നെ എന്തായിരിക്കും, ഇംപ്രൂവ്മെന്റ് എക്സാമിനും നീട്ടും. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ ഇംപ്രൂവ്മെന്റ് സെപ്റ്റംബറിൽ നടത്തുന്ന പറഞ്ഞപ്പോഴുള്ള ആവേശം എന്തുണ്ടാവില്ല, പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിച്ച മാർക്കിലേക്ക് നിങ്ങൾക്ക് കിട്ടില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം, സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുക വേണം. അപ്പം അത് മക്കൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 17-18 വയസ്സായിട്ടുണ്ടാവുക. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 27-30 വയസ്സാകുമ്പോൾ നിങ്ങൾ എവിടെ എത്തണം, നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് സ്വപ്നം കണ്ടു നോക്കുക. ആ സ്വപ്നത്തിലേക്ക് എത്തുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളെ പാരൻസിനെ കുറിച്ച് ആലോചിച്ച്, നിങ്ങളുടെ ഫാമിലിയുടെ സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് അറിയാം. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ഒക്കെ ഇങ്ങനെ ആഗ്രഹിക്കും, മോന് ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ മോന് അല്ലെ മോക്ക് നല്ല ജോലി കിട്ടും, അതോടെ നമ്മളെ പ്രശ്നമൊക്കെ തീരുന്ന് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മേനോട് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരോടുള്ള ഉത്തരവാദിത്തം നിങ്ങൾ മര്യാദക്ക് നിറവേറ്റുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓണപരീക്ഷ പ്രശ്നമില്ല, നേരത്തെ 2 ചീത്ത ഇട്ടാൽ തീരുന്നതേ ഉള്ളൂ. പക്ഷെ ഇംപ്രൂവ്മെന്റ് എക്സാം നിങ്ങളുടെ
+2 മാർക്ക് ലിസ്റ്റിന്റെ കൂടെ 1200 നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നെ ബാധിക്കാൻ പോകുന്ന കാര്യമാണ്. 3 വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് പോയാലും അത് 30, 40, 50 ആണെങ്കിലും നിങ്ങൾക്ക് അത് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുന്ന സംഭവമാണ്. സോ അതിന് സീരിയസ്നെസ് ആയിട്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ പഠിക്കണം. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, നിങ്ങളുടെ എക്സാം, ഞാനതാ ലേറ്റ് ആക്കാത്ത എക്സാം കഴിയുന്ന അന്ന് രാത്രി 24-ാം തീയതി വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ലൈവുമായിട്ട് ഞാൻ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും ആ ലൈവ് അറ്റൻഡ് ചെയ്യുക. ഫ്രണ്ട്സിനെയും കൂട്ടി വരിക. ലൈവിന്റെ ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ മീ കൊടുക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും പഠിക്കണം. 30 വയസ്സാകുമ്പോൾ ഏത് കാറിൽ നിങ്ങൾ യാത്ര ചെയ്യണം, ഏത് ഫോൺ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ മാർക്കല്ല, നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് എത്തണം. സോ 24-ാം തീയതി രാത്രി 7 മണിക്ക്.